ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും തുല്യമായ പൗരാവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള ഏക പോംവഴി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുകയാണെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. വിവിധ മതവിഭാഗങ്ങളിലെ വ്യക്തി നിയമങ്ങൾ ലിംഗസമത്വത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും ഇത് പരിഹരിക്കാൻ നിയമനിർമ്മാണ സഭകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമായെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ആർ മഹാദേവൻ, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് പരാമർശം. 1937 മുസ്ലിം വ്യക്തി നിയമത്തിലെ ശരീഅത്ത് വിവേചനപരമായ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിക്കപ്പെട്ട ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. പുരുഷന്മാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കുറഞ്ഞ വിഹിതം മാത്രം ലഭിക്കുന്ന അനന്തരാവകാശ നിയമം വിവേചനപരമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി. മുത്തലാഖ് നിരോധിച്ച സുപ്രീം കോടതി വിധി മുൻനിർത്തി മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ വ്യക്തി നിയമങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് അധികാരമുണ്ടെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ വാദിച്ചു. അനന്തരാവകാശം ഒരു സിവിൽ കാര്യമാണെന്നും അതിനെ മതസ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാനാകില്ലെന്നും പ്രശാന്ത് ഭൂഷൺ. വ്യക്തി നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് നിയമനിർമ്മാണ സഭയുടെ ചുമതലയാണെന്നും ഇതിനുള്ള പോംവഴി ഏകീകൃത സിവിൽ കോഡാണെന്നും ജസ്റ്റിസ് ബാഗ്ചിയും നിരീക്ഷിച്ചു. അതേസമയം വിവേചനപരമായ വ്യവസ്ഥകൾ നീക്കം ചെയ്താൽ പകരം സ്വീകരിക്കാവുന്ന പോംവഴികൾ എന്താണെന്ന് അറിയിക്കാൻ ഹർജിക്കാരനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങളുടെ വീടിന്റെ അടിത്തറ മുതൽ മേൽക്കൂര വരെ സിൽവാൻ സ്റ്റീൽ ഉറപ്പു നൽകുന്നു. വിശ്വസനീയ ബ്രാൻഡുകളുടെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ TMT ബാർ, GP പൈപ്പ്, GI പൈപ്പ്, നെറ്റ് ഷീറ്റ്, റെയിൻ കട്ടേഴ്സ്, റൂട്ടിൻ ഷീറ്റ്, GI കോയിൽ, പോളിഷ് റാഡ് തുടങ്ങിയ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും മറ്റ് ഇൻഡസ്ട്രിയൽ ഐറ്റംസും സിൽവാൻ സ്റ്റീൽസിൽ ലഭ്യമാണ്. ഓരോ നിർമ്മാണത്തിനും കരുത്തും വിശ്വാസവും നൽകുന്ന പേര് സിൽവാൻ സ്റ്റീൽസ്, കഞ്ഞിപ്പുര, വളാഞ്ചേരി.